അവളെ തന്നെ നോക്കി അച്ഛൻ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും മുഖത്തൂടെ നോട്ടം പായിച്ച് അവസാനം ഗൗരിയെ നോക്കിക്കൊണ്ട് രാജേശ്വരി എഴുന്നേറ്റ് അവളുടെ മുന്നിലായി നിന്നു. ആരടി അവൻ? ദേഷ്യം കടിച്ചു പിടിച്ച അവരുടെ ശബ്ദത്തിൽ ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ മെല്ലെ തല ഉയർത്തി മുത്തശ്ശിയെ നോക്കി. പറയാസത്തെ, ആരെ നിന്നെ മറ്റവനെന്ന്? കയ്യിൽ പിടിച്ചു വലിച്ച് കരണം നോക്കിയൊന്ന് കൊടുക്കുന്നതിനോടൊപ്പം രാജേശ്വരി അലറിയതും പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിലത്തേക്ക് വീണിരുന്നു ഗൗരി. നടന്നതൊന്നും മനസ്സിലായില്ലെങ്കിലും കവളിലെ തരിപ്പിൽ മുഖമുയർത്തി എല്ലാവരെയും നോക്കിപ്പോയി അവൾ. പകപ്പോടെ എല്ലാവരും അവളെയും രാജേശ്വരിയെയും നോക്കി നിൽക്കുകയാണ്. അമ്മേ, എന്താ ചെയ്യുന്നത്? ഭ്രാന്താണോ നിങ്ങൾക്ക്? ആദ്യത്തെ ഞെട്ടൽ മാറിയതും ആശ മുന്നിലേക്ക് വന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. മുന്നിലെല്ലാവരെയും മാറി മാറി നോക്കി സംശയത്തോടെ, അതിലുപരി പേടിയോടെ ഇരിക്കുന്നവളെ കാണെ വല്ലാത്ത നെഞ്ചുവേദന തോന്നിപ്പോയി ആശയ്ക്ക്. ഒരക്ഷരം മിണ്ടാതെ നിന്നോണം ഒരു മൂലയിൽ. എന്റെ ശബ്ദത്തിൽ കൂടുതൽ നിന്റേതെങ്ങാനും ഉയർന്നാ ആശേ, അനുഭവിക്കുന്നത് ഈ പിഴച്ചവളാവും. ഇല്ല, ഇവളെ അടിക്കുന്നതിന്റെ കാരണം അറിയാതെ ഞാൻ ഇവിടെ നനങ്ങില്ല. ഇവളുടെ അച്ഛനും നാവുയർത്താൻ ഭയമായിരിക്കും, എന്നാൽ എനിക്കതില്ല. അത് എൻ്റെ മോളുടെ കാര്യമാകുമ്പോൾ ഒട്ടും. ഗൗരിയെ പിടിച്ചെണ്ണീപ്പിച്ച ആശ പറയെ അവരുടെ നോട്ടം ഒരു നിമിഷം ഭർത്താവിൽ എത്തി നിന്നു. തലയും താഴ്ത്തി ഇരിപ്പാണ് കൃഷ്ണൻ. പുച്ഛമാണ് ആശയ്ക്ക് തോന്നിയത്. ചുറ്റും നടക്കുന്നതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും കവിളിലെ പുകച്ചിലിൽ ഗൗരിയുടെ മുഖം ചുവന്നു, ചുണ്ടുകൾ വിതുമ്പി. ആശ്രയത്തിനായി അമ്മയുടെ മാറ് കിട്ടിയതും അതിലേക്ക് ചായാൻ നിന്നവളെ കയ്യിൽ പിടിച്ച് എല്ലാവരുടെയും നടുവിലേക്ക് വലിച്ചിട്ടു രാജേശ്വരി. വേദനയോടെ കരഞ്ഞുപോയി അവൾ. കൈകുത്തി എഴുന്നേക്കാൻ പോലും കഴിയാതെ നിലത്തേക്ക് തന്നെ വീണു. കാര്യം ഇവള് പറയും. ആരവളുടെ മറ്റവനെന്ന് ഇവള് തന്നെ എല്ലാവരോടും പറയും. ഇല്ലെങ്കിൽ ഇവിടുന്ന് പുറത്താക്കാനും എനിക്കൊരു മടിയുമില്ല ഗൗരി. അതുകൊണ്ട് പറ. അവളുടെ മുന്നിലായി സോഫയിലിരുന്നു കൊണ്ട് അവർ പറയെ കരച്ചിലടക്കി ഗൗരി അവരെ നോക്കി. അമ്മ ആരുടെ കാര്യമാണ് പറയുന്നത്? അവക്കൊന്നും അറിയില്ല, കണ്ടില്ലേ? പ്രേമേ, പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ വിശ്വേന്റെ ശബ്ദമുയർന്നിരുന്നു. അവർ പറയാൻ വന്നത് വിഴുങ്ങി സൈഡിലേക്ക് ഒതുങ്ങി നിന്നു. കണ്ണുകളൊന്നും അറിയാതെ ഇരിക്കുന്ന പെണ്ണിൽ തറഞ്ഞു. നിന്റെ ശബ്ദം ഇവിടെ ഉയരാൻ പാടില്ല. എല്ലാം നോക്കി നിന്നാൽ മാത്രം മതി. അമ്മയും ഞാനും തീർക്കും ഈ കാര്യം, മനസ്സിലായോ? രൂക്ഷമായി നോക്കുന്ന ഭർത്താവിനെ നോക്കി തലയാട്ടിയവർ. ഗൗരി, എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നല്ല കുട്ടിയായി എല്ലാം നിന്റെ അമ്മയോടും അച്ഛനോടും പറയുന്നത് നിനക്ക് നല്ലത്. അല്ല, ഇനി ഞാൻ പറയിപ്പിക്കണമെങ്കിൽ അതും ആവാം. വേണോ? വല്ലാത്ത ചിരിയോടെ ചോദിക്കുമ്പോൾ ഗൗരി പേടിയോടെ തല വിലങ്ങനെ ആട്ടി. ആ പറയിപ്പിക്കൽ ചൂരൽ കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൻ്റെ വേദന സഹിക്കാനുള്ള ത്രാണി അവൾക്കില്ലായിരുന്നു. പക്ഷേ എന്തു പറയാനാണ്? ആരെക്കുറിച്ചാണ്? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി, വിതുമ്പലോടെ പറയുന്നതിനൊപ്പം മുട്ടിൽ മുഖം പൂഴ്ത്തി കരഞ്ഞുപോയി ഗൗരി. അത് കാണാൻ കഴിയാതെ കണ്ണിറുക്കി അടിച്ചു കളഞ്ഞു ആശ. ഇവക്ക് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുന്നതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയാമോ? അയാൾ എല്ലാവരെയും നോക്കി. അയാൾ എന്താവും പറഞ്ഞു വരുന്നതെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാരണം ഇവളുടെ കാമുകനാ. അവനെ കൊണ്ട് എല്ലാ ആലോചനകളും മുടക്കുവാണ് ഇവൾ, അല്ലേടി? വല്യച്ഛൻ പറഞ്ഞത് വ്യക്തമായതും പകപ്പോടെ അവരെ നോക്കിപ്പോയി അവൾ. കാമുകനോ? മുടക്കുന്നതോ? ഒന്നും മനസ്സിലായില്ല. ആരെക്കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടയ്ക്കാൻ പോലും ആവാതെ തറഞ്ഞിരുന്നു പോയി. കാമുകനോ? അതുവരെ മിണ്ടാതെ ഇരുന്ന കൃഷ്ണൻ സംശയത്തോടെ അമ്മയെ നോക്കി. അതെ, ഇവളുടെ കാമുകൻ. അതാരാണെന്ന് ഇവക്കറിയാം. ഇവള് പറഞ്ഞിട്ടാ അവൻ എല്ലാ ആലോചനകളും മുടക്കുന്നത്. ഇനി എങ്ങനെയാ മുടക്കുന്നതെന്ന് അറിയണ്ടേ? പറയാം. പാതിരാത്രി നടുറോട്ടിൽ തല്ലിച്ചതച്ച് ഭീഷണിപ്പെടുത്തിയ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നത്. ജീവനിൽ കൊതിയുള്ള ആരും പിന്നെ ഇതുമായി മുന്നോട്ട് പോകില്ലല്ലോ. ഇത്രയും കാലം അവനും ഈ അസത്തും കൂടി എല്ലാവരെയും കളിപ്പിക്കുകയായിരുന്നു. എല്ലാം മുടങ്ങിയ അവസാനം അവനൊപ്പം സുഖിച്ചു വാഴാലോ. അതാണ് ഈ മോളുടെ മനസ്സിൽ. പക്ഷേ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. ഒരു നിമിഷം വല്യച്ഛൻ്റെ വായിൽ നിന്ന് കേട്ട അസഭ്യമായ വാക്കുകളിൽ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു ഗൗരി. കേട്ടതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. ഒന്ന് ഉറക്കെ കരയാൻ പോലും മറന്നുപോയവൾ. നിങ്ങൾ കള്ളം പറയുക എൻ്റെ മോളെ വേദനിപ്പിക്കാൻ. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ ആശ എല്ലാവരെയും നോക്കി. കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ആശേ? ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ അവസാനം ഇവളെ കാണാൻ വന്നവൻ്റെ വീട്ടിലേക്കൊന്ന് പോയേക്ക്. അവിടെ കൈയും കാലും ചതഞ്ഞ അവസ്ഥയിൽ ആ ചക്കൻ കിടപ്പുണ്ട്. ഇവളും ഇവളുടെ ആ കൂട്ടിക്കൊടുത്ത സമ്മാനം. അവൻ മാത്രമല്ല, ഇവിടേക്ക് ആലോചനയുമായി വന്ന എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. ഗൗരിയെ നോക്കുമ്പോൾ ഉറഞ്ഞു പൊന്തുന്ന ദേഷ്യം പല്ലിനിടയിൽ അടക്കി പിടിച്ചു രാജേശ്വരി. ആണോ ഗൗരി? നീ എല്ലാം മനഃപൂർവ്വം മുടക്കിയതാണോ? ആരാവൻ? ആരുടെ കൂടെ കൂടിയ നീ? കരച്ചിലോടെ മകളുടെ അടുക്കൽ മുട്ടുകുത്തിയിരുന്നു ആശ. അമ്മേ, എനിക്കൊന്നും അറിയില്ല.
സത്യം അമ്മേ, ഞാനല്ല. എനിക്കാരുമില്ല. വിശ്വസിക്കമ്മേ, ഞാനല്ല. ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവൾ ഒന്നും കാണാൻ കഴിയാതെ പ്രേമ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. കേട്ടില്ലേ, എല്ലാവരും കേട്ടില്ലേ? എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ വെറുതെ പറയുന്നതാ. ഛി, മാറി നിൽക്കടി അങ്ങോട്ട്. ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. കുടുംബത്തിൻ്റെ മാനം കളയാനായിട്ട്. ആശയെ പിടിച്ചു മാറ്റി ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ടു. കൃഷ്ണേട്ട, അമ്മയോട് എൻ്റെ മോളെ ഒന്നും ചെയ്യില്ലെന്ന് പറ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. വേണ്ടെന്ന് പറ കൃഷ്ണേട്ട. അമ്മേ. ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് കരയുമ്പോൾ അവിടെ മാകെ ഉയർന്ന ഗൗരിയുടെ കരച്ചിലിൽ ഞെട്ടലോടെ ആശ തിരിഞ്ഞു. നല്ല തടിയുള്ള വടിയും പിടിച്ചു നിൽക്കുന്ന വിശ്വയെയും അലറിക്കരയുന്ന മോളെയും കാണെ അവരുടെ കണ്ണുകൾ തുറച്ചു. സത്യം പറടി പുനാര മോളെ, ആരാവൻ? അവൻ്റെ പേരും നാളും വീടും എല്ലാം പറഞ്ഞോ? ഇല്ലെങ്കിൽ വെച്ചേക്കില്ല ഞാൻ. പറയുന്നതിനോടൊപ്പം തലങ്ങും വിലങ്ങും അയാൾ അടിച്ചു. ഗൗരി നിലത്ത് ചുരുണ്ടുകൂടി കിടന്നുപോയി. ശരീരമാകെ തീ പായും പോലെ, എന്തിനോ അടിയിൽ കുടുങ്ങിയതുപോലെ വീർപ്പ് പൊട്ടുന്നു. ശരീരം നുറുങ്ങുന്നു. അവസാനം ഏങ്ങനുകൾ നേർത്ത നിശ്വാസമായി. മതി ഏട്ടാ, മതി. അവൾ ചത്തുപോകും. മതി. കരയുന്ന അമ്മയുടെയും വല്യമ്മയുടെയും ശബ്ദം ചെവിയിലേക്ക് പതിക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. മുന്നിലിരുട്ടാണ്. ശരീരത്തിൽ ഒരു തരിപ്പും. കൊണ്ടുപോയി മുറിയിലിട്. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. അവിടെ കിടന്ന് ചത്തു തൊലയട്ടെ. അവസാനം കണ്ണുകൾ അടഞ്ഞു വരുമ്പോൾ കാതിലേക്ക് പതിച്ചത് മുത്തശ്ശിയുടെ വാക്കുകളാണ്. ഒന്നും മരിച്ചു വീഴാൻ തോന്നി അവൾക്ക്. ദേവി, എനിക്ക് മടുത്തു. മനസ്സിൽ അലറിക്കരഞ്ഞുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് നിലത്തേക്ക് മലർന്ന് വീണവൾ. എൻ്റെ മോളെ. അലറിക്കരഞ്ഞുകൊണ്ട് അവളുടെ അടുക്കലേക്ക് ആശ പാഞ്ഞു. കൃഷ്ണൻ അവളെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ ഇരുന്നു പോയി. ആരുടെയൊക്കെയോ സംസാരം കേട്ടാണ് ഗൗരി പിന്നീട് കണ്ണുകൾ തുറന്നത്. ബെഡിലിരിക്കുന്ന അമ്മയെയും ഏട്ടനെയും അവ്യക്തമായി അവൾ കണ്ടു. ഒരു നിമിഷം കഴിഞ്ഞു പോയതെല്ലാം സ്വപ്നമാണോ എന്ന് ഗൗരിക്ക് സംശയം തോന്നി. മെല്ലെ എഴുന്നേറ്റിരിക്കാനാഞ്ഞതും ശരീരം മുഴുവൻ പാഞ്ഞുപോയ വേദനയിൽ ഒന്നും സ്വപ്നമല്ല എന്നവൾക്ക് വ്യക്തമായി. കണ്ണുകൾ നിറഞ്ഞു തൂവി വിതുമ്പലോടെ ബെഡിലേക്ക് തന്നെ കിടന്നവൾ. കുഞ്ഞോളെ. ഏട്ടൻ്റെ കരുതൽ നിറഞ്ഞ സ്വരം വിതുമ്പലോടെ ഏട്ടനെ നൊടുക്കിപ്പോയി. എനിക്കൊന്നും അറിയില്ല ഏട്ടാ. സത്യം, ഞാനല്ല. എനിക്ക് ആരും ഇല്ല ഏട്ടാ. വേദനയുടെ ഇടയിൽ അവൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചതും നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറിയാം മോളെ, ഏട്ടൻ അറിയാം. മോള് കരയാതെ. ഒന്നുമില്ല, ഞാനില്ലേ. നന്ദൻ സമാധാനിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും കരഞ്ഞവൾ. എല്ലാവരും തെറ്റിദ്ധരിച്ചില്ലേ? താനൊരു ചീത്തയായി എല്ലാവരും കാണില്ലേ എന്നൊക്കെ ഓർക്കുമ്പോൾ മരിച്ചു പോകും പോലെ വേദനിച്ചവൾക്ക്. ശരീരത്തിലെ വേദന ഒന്നുമല്ലാത്തതുപോലെ. എത്രയൊക്കെ സമാധാനിപ്പിച്ചിട്ടും അടങ്ങാത്തവളെ മെല്ലെ തലയിൽ തഴുകിക്കൊടുത്തവൻ. കരഞ്ഞു കരഞ്ഞ് അവളും മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. സാരിത്തുമ്പ് കൊണ്ട് കണ്ണീർ തുടയ്ക്കുന്ന അമ്മയെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങിയവൻ ഫോണെടുത്ത് മുറിയിലേക്ക് കയറി. എന്താടാ? തിരക്കിട്ട പണിയില്ലെന്ന പോലെ ശ്രീയുടെ ശബ്ദത്തിൽ ദ്യുതിയുണ്ടായിരുന്നു. ചെറിയ അല്ല വലിയ പ്രശ്നമായടാ. ഗൗരി അവളെ നടന്നതെല്ലാം പറയേ ശ്രീ ഒന്നും പറയാൻ കഴിയാതെ തറഞ്ഞു നിന്നു. അതുവരെ ഓഫീസിലെ ഫയൽ കറക്റ്റ് ചെയ്തിരുന്നവൻ അത് മടക്കി വേഗം തന്നെ പുറത്തേക്കിറങ്ങി. എനിക്ക് അവനെ ഒന്ന് കാണണം ശ്രീ, ആ സന്തോഷിനെ. എന്നിട്ട് അവന് പണിതത് ആരാണെന്ന് എനിക്കറിയണം. നീയും വരണം എൻ്റെ കൂടെ. എന്താ? ഞാനോ? ഞാൻ വേണോ? വേണം. എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. അതാ നീ വേഗം വാ, ഞാൻ ടൗണിലുണ്ടാവും. അവൻ ഫോൺ കട്ട് ചെയ്തതും മറ്റൊന്നും ചിന്തിക്കാതെ ഹരിക്ക് ഡയൽ ചെയ്തിരുന്നു ശ്രീ. ലോഡ് കഴിഞ്ഞു വന്ന് കുളിക്കാനൊരുങ്ങിയവൻ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് സംശയിച്ചു. സ്ക്രീനിൽ ശ്രീ എന്ന് കാണെ വേഗമെടുത്തവൻ. അപ്പുറത്തായി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കെ കൈമുഷ്ടി ചുരുട്ടി ബെഡിലേക്കിരുന്നു ഹരി. ദേഷ്യമോ സങ്കടമോ വെറുപ്പോ അങ്ങനെ പലതും അവനുള്ളിൽ നുരഞ്ഞു പൊന്തി. കണ്ണുകൾ കലങ്ങി, ഹൃദയം തേങ്ങി. ഈ നിമിഷം അവളെ കണ്ടില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന അവസ്ഥയായതും കൈകൊണ്ട് മുഖം പൊത്തി കുനിഞ്ഞിരുന്നവൻ. ഗൗരി. വല്ലാത്തൊരു വേദനയോടെ ഹൃദയം തേങ്ങി. കവിളിലൂടെ കണ്ണുനീർ ഒഴുകി. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് തന്നെ കുറച്ചു സമയം നോക്കി നിന്നുപോയി ഗൗരി. ഒറ്റ ദിവസം കൊണ്ട് ആളാകെ മാറിയതുപോലെ. ചുവന്നു വിളറിയ മുഖവും തടിച്ച കണ്ണുകളും, ദേഹത്ത് അങ്ങിങ്ങായി കാണുന്ന പാടുകൾ. വീണ്ടും കണ്ണുനീരൊഴുകാൻ തുടങ്ങിയതും അതിനെ ഇറുക്കി അടച്ച് ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ദാവണി ഷാൾ ഊരിയെടുത്ത് ബെഡിലേക്കിട്ടു. ഇടുപ്പിലും വയറിലും നീലിച്ച് രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കാണെ മെല്ലെ അതിലൂടെ വിരലോടിച്ചു. എരിവലിച്ചുപോയി ഗൗരി. അത്രയ്ക്കും വേദനയും പുകച്ചിലും. എന്തിനാണെന്ന് പോലും അറിയാതെ വാങ്ങിക്കൂട്ടിയ അടികൾ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നിനെക്കുറിച്ചും അറിയുക കൂടിയില്ല. എന്നിട്ടും എല്ലാം മിണ്ടാതെ ഇരുന്നു വാങ്ങി. പോരാത്തതിൻ്റെ പട്ടിണിയും.
സ്വയം പുച്ഛവും വേദനയും തോന്നിപ്പോയവൾക്ക് ആർക്കും വേണ്ടാത്ത ഇങ്ങനൊരു ജന്മം എന്തിനാണ്? വേണ്ടായിരുന്നു, ജനിക്കണ്ടായിരുന്നു. അച്ഛൻ പോലും എതിർത്തു പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ച് കാണില്ലേ അച്ഛൻ? ചിന്തകളുടെ കൂമ്പാരം മനസ്സിലേക്ക് ഒഴുകി വന്നതും നിലത്തേക്ക് ചുരുണ്ടുകൂടി കിടന്നവൾ വല്ലാത്തൊരു തണുപ്പ് ശരീരമാകെ പാഞ്ഞു കയറിപ്പോയി. അതിനെയൊന്നും കാര്യമാക്കിയില്ല. കണ്ണുകൾ ഇറുക്കി അടയ്ക്കാൻ ശ്രമിച്ചതും അവൾ തോറ്റുപോയി. നല്ല വിശപ്പ് തോന്നുന്നുണ്ട് ഗൗരിക്ക്. ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കുടിച്ചതാണ്. അതിൽ പിന്നെ ഒരിറ്റു വെള്ളം പോലും കുടിച്ചിട്ടില്ല. താഴെ അമ്മയുടെ മുറിയിൽ നിന്ന് വല്യച്ഛൻ തന്നെയാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോഴും കേട്ടു ഒരുപാട് ചീത്ത. തിരിച്ചു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുറിയിലേക്ക് തള്ളിയിട്ട് വാതിലടച്ച് പൂട്ടുകയായിരുന്നു. അമ്മ കരഞ്ഞു പറയുന്നത് പുറമേ നിന്ന് കേട്ടിട്ടും ഒന്നും പറയാനാവാതെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വീണ്ടും ഗൗരിയുടെ ചുണ്ടുകൾ വിതുമ്പി. എനിക്ക് മരിക്കാൻ തോന്നുക കണ്ണ. എന്നെ ഒന്ന് കൊന്നു തന്നൂടെ നിനക്ക്? ഏങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് അവൾ മൊഴിഞ്ഞു. എവിടെ കടി ഇതും പിടിച്ചോണ്ട്? ചുറ്റും ശ്രദ്ധയോടെ നോക്കി പടി കയറാൻ നിന്ന ആശ രാജേഷിയുടെ സ്വരം കേട്ടതും ഞെട്ടലോടെ അവിടെ തന്നെ നിന്നുപോയി. മോളെ ഊട്ടാനാവല്ലേ? കയറിപ്പൊടി അകത്തേക്ക്. ആസത്തിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. തറവാടിൻ്റെ മാനം കളയുന്ന കളികളൊക്കെ കളിച്ച് ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലാത്തൊരു ദേഷ്യത്തോടെ രാജേശ്വരി മുരണ്ടതും ആശ അവരെ ദയനീയമായി നോക്കി. ഉച്ചയ്ക്ക് അവൾ ഒന്നും കഴിച്ചിട്ടില്ലമ്മേ. കഴിച്ചില്ലേ? നന്നായിപ്പോയി. അവൻ്റെ പേര് പറയാതെ അവൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറക്കില്ല. അതുവരെ പട്ടിണി കിടക്കട്ടെ. ഇനി ചത്തുപോയാലും എനിക്കൊരു ദണ്ണവുമില്ല. ആശയെ ഒന്നുകൂടി രൂക്ഷമായി നോക്കി അവർ മകൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം വേദനയോടെയും ദേഷ്യത്തോടെയും അവിടെ തന്നെ നിന്നു അവർ. കണ്ണുകൾ നിറഞ്ഞു വന്നതും അതിനെ തുടച്ചുമാറ്റി വാതിൽക്കൽ നിൽക്കുന്ന ഭർത്താവിനെ ഒന്ന് രൂക്ഷമായി നോക്കി അടുക്കളയിലേക്ക് തന്നെ നടന്നു. അമ്മ കിടന്നില്ലേ? ബെഡിലേക്കിരുന്ന അമ്മയെ കാണെ കണക്ക് നോക്കിയിരുന്ന വിശ്വ ബുക്കുമടക്കി അമ്മയിലേക്ക് തിരിഞ്ഞു. ഇല്ല. നീ തിരക്കിലാണോ? അല്ലമ്മേ, ഞാൻ കണക്കൊക്കെ ശരിയാണെന്ന് നോക്കിയതാ. പുറത്തെന്തായിരുന്നു സംസാരം? ആ എണ്ണം കെട്ടവൾ മകളെ ഊട്ടാൻ പോവായിരുന്നു. അതിന് ഞാനൊന്ന് കുടഞ്ഞതാ. അല്ല, നീ അവൻ ആരാണെന്ന് അന്വേഷിച്ചോ? ശബ്ദം താഴ്ത്തിയാണ് അവസാനം അവർ ചോദിച്ചത്. എല്ലാവരോടും ചോദിച്ചു നോക്കിയമ്മേ. ആരും അവൻ്റെ മുഖം കണ്ടിട്ടില്ല. ചെറുപ്പക്കാരനായ നല്ല ദൃഢമായ ശരീരമുള്ളവനാണെന്നാണ് പറയുന്നത്. അത്ര എളുപ്പത്തിൽ ആർക്കും അവനെ എതിർക്കാൻ കഴിയില്ല പോലും. രാജേശ്വരി ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. എനിക്കൊരു വഴി തോന്നുന്നു വിശ്വ. ഒരുപക്ഷെ ഇതിലൂടെ അവനെ പുറത്തേക്ക് കൊണ്ടുവരാം. വിശ്വ സംശയത്തോടെ അമ്മയെ നോക്കി. വേറെ ഒരു ആലോചന അവൾക്ക് ആലോചിച്ചാൽ അത് മുടക്കാൻ അവൻ വരില്ലേ? ആരെ വിളിക്കണം എന്ന ആലോചനയോടെ വിശ്വ ബെഡിൽ തന്നെ ഇരുന്നു. മതിയട ഹരി, ഇനി അടിച്ച് നിന്റെ കിഡ്നി അടിച്ചു പോവും. ബിബി പറഞ്ഞിട്ടും അത് കേൾക്കാത്തതുപോലെ വീണ്ടും ഒഴിച്ച് വായിലേക്ക് കമിഴ്ത്തിയിരുന്നു ഹരി. ബിബിയും മുസ്തുവും അജയും മുഖത്തോട് മുഖം നോക്കി. അവരെല്ലാം ക്ലബിൽ കൂടിയിരിക്കുകയാണ്. ഹരി തന്നെയാണ് അവരെ കുടിക്കാൻ വിളിച്ചതും കുപ്പി കൊണ്ടുവന്നതും. 2 കുപ്പിയാണ് ആൾ ഒറ്റയടിക്ക് കാലിയാക്കിയത്. തടഞ്ഞപ്പോൾ അവർക്ക് നല്ല ചീത്ത കിട്ടിയെന്നല്ലാതെ അവൻ നിർത്താൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എടാ മതി, ബാക്കി നാളെ കുടിക്കാം. നീ ഇന്ന് വീട്ടിലേക്ക് ചെല്ലേ. മുസ്തു അവൻ്റെ തോളിൽ പിടിച്ചു. ഹരി ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് തലചരിച്ച് അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. എടാ, എനിക്ക് പറ്റുന്നില്ലടാ മുസ്തു. ഞാൻ എന്തൊരു ദുഷ്ടനാണല്ലേ. ഞാൻ ചെയ്ത കാര്യത്തിന് എൻ്റെ പെണ്ണ് കിടന്ന് അനുഭവിച്ചിട്ടും എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാവ് കുഴയുന്നതോടൊപ്പം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അജയ് പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പിടിയില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ അവനിപ്പോൾ മനസ്സിലാവുന്ന അവസ്ഥയിലുമല്ലല്ലോ. അവള് പാവല്ലടാ. ആരെയും ഇതുവരെ നോക്കിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും ഒരു വാക്ക് പോയി എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? അത്രയ്ക്കും പാവല്ലേ അവള്. എന്നിട്ടും അവളെ അവർ ഇങ്ങനെ മനസ്സ് വന്നു അവർക്ക്. നോക്കിക്കോ, ഒന്നിനീ ഹരി വിടില്ല. എൻ്റെ ചങ്കിലേക്ക് അവർ വാള് വീശിയത്. അതിനെ എല്ലാ എണ്ണവും അനുഭവിക്കും. അവസാന നിമിഷം അവൻ്റെ ശബ്ദം മുറുകി. 3 ആളും അവന് ചുറ്റുമിരുന്ന് അവൻ പറയുന്നത് കാതോർത്തു. ഒരു ഗ്ലാസ് കൂടി മദ്യം വായിലേക്കൊഴിച്ച് ഹരി 3 ആളെയും മാറി മാറി നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചു. വല്ലാത്തൊരു പുഞ്ചിരി. കേട്ടോ ബേബി, ഞാൻ നാളെ മണിമംഗലം തറവാട്ടിലേക്ക് പോവാം. ഇനിയൊരു കാത്തിരിപ്പില്ല. ആരെതിർത്താലും ഞാൻ അവനെ ഇറക്കിയിരിക്കും. അതിന് അവൾ എതിർത്താലും എനിക്കൊരു ചുക്കുമില്ല. അതിൻ്റെ 2-3 ദിവസമൊക്കെ കരയുമായിരിക്കും. പിന്നെ ഞാനില്ലേ അവൾക്ക്? ഉണ്ട്, ഞാനുണ്ട് അവളുടെ കൂടെ. അതുകൊണ്ട് അവൾക്കിനി കരയാനൊന്നും ഇടവരില്ല. മരണം വരെയും ഈ ഹരി അവളോടൊപ്പം ഉണ്ടാവും. ഇനി മരണത്തിനായാലും അവൾ എൻ്റെ കൂടെ ഉണ്ടാവും. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് അവളെ. എൻ്റെ ജീവൻ. ഇത് ഈ ഹരിയുടെ വാക്കാ.
അവസാനം ശബ്ദം കുഴഞ്ഞ് അവൻ ബെഞ്ചിലേക്ക് വീണതും മുസ്തു അവനെ താങ്ങി നേരെ എത്തി. ഓഹ്, 2 രാത്രി കൊണ്ട് അടിച്ചു തീർക്കേണ്ട മുതലാ അവൻ ഒറ്റ ഇരുത്തത്തിൽ കാലിയാക്കിയത്. എന്നിട്ട് അവൻ്റെ ഡയലോഗ് കേട്ടില്ലേ? ബിബി ഒഴിഞ്ഞ ബോട്ടിൽ നോക്കിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവൻ വെറും ഡയലോഗ് പറഞ്ഞതല്ല ബിബി, നാളെ ശരിക്കും അവനങ്ങോട്ട് പോകുന്നുണ്ട് അവളെ കാണാൻ. അവളെ മാത്രമല്ല, എല്ലാവരെയും. ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചതാ. നാളെയോ? ദേ ഇന്ന് പോകാൻ ഒരുങ്ങിയതാ. ഞാൻ ഒരു കണക്കിന് പിടിച്ചു നിർത്തി നാളെ പോകാമെന്ന് പറഞ്ഞത്. എന്നിട്ടും കേൾക്കാതെ ബൈക്കിൽ കയറിയവനെ സ്ത്രീയെ കൊണ്ട് വിളിപ്പിച്ചത് മുടക്കി. ഇല്ലേ, ദേ ഇപ്പോൾ അവൾ ഇവൻ്റെ വീട്ടിലുണ്ടായേനെ. അജയ് മീശ തടവിക്കൊണ്ട് പറയെ രണ്ട് കണ്ണുകൾ ബോധമില്ലാതെ കിടക്കുന്നവനിലേക്ക് നോക്കി. ഇപ്പോഴും അവൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. പാവം, ഒരിക്കലും അവനിങ്ങനെ ബോധം കെട്ട് പോയിട്ടില്ല. മിക്കപ്പോഴും കുടിക്കുമെന്നല്ലാതെ അതിരുവിട്ട് ആരും പോയിട്ടില്ല. ജസ്റ്റ് 2 ഗ്ലാസ് ഒരു ധൈര്യത്തിന്. പക്ഷേ ഇന്ന് വീട്ടിൽ പോകുന്നോ? മുസ്തു ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് മിച്ചർ പ്ലേറ്റ് കയ്യിലേക്കെടുത്തു. ഇത്രയും വൈകിയില്ലേ, ഇന്നിനി വേണ്ട. നാളെ അവന് ബോധം വന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് പോവാം. അജയ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് ചേർന്ന് നിലത്തായി പായ വിരിച്ചു കിടന്നു. 3 ആളും കൂടി ഹരിയെ താഴേക്ക് കിടത്തി അവരും ആ പായയിലേക്ക് തന്നെ വീണു. കരയാതെ ഗൗരി, എൻ്റെ ഹരിയേട്ടനത് കാണാൻ കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞ് കരയാതെ. ഹരി പറയുന്നത് കേൾക്കെ ബിബിയുടെ മുഖം നേരെ അജയിലേക്ക് തിരിഞ്ഞു. 2 ആളുടെയും മുഖത്ത് ചിരി വിരിഞ്ഞു. പാവം, അതിൻ്റെ വിധി. മുസ്തു ചുണ്ട് കടിച്ചു വിരിച്ച് ചിരിച്ചു.